ഇളയമെന്താ രാത്രിയിൽ ഇവിടെ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ വിലാസിനി എപ്പോ എവിടെയൊക്കെ വരുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ നിന്റെ ഈ കള്ളത്തരം കൈയോടെ പിടിക്കാൻ പറ്റിയത്. കള്ളത്തരം? എന്ത് കള്ളത്തരം? ദേ ആനന്ദേ, വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കല്ലേ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നതാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാത്ത ഇള്ള കുട്ടിയല്ലേ. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് ആരും കാണില്ലെന്ന് കരുതി തന്നെയാ. ഇളയമേ, രാത്രിയിൽ എഴുന്നേറ്റ് നടന്ന് പിച്ചും പേയും പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആഹാ, ദേ അരവിന്ദിനെ കിടത്തി ഉറക്കിയിട്ട് നാടകം കളിക്കുന്ന പോലെ എന്നെ ഉറക്കി കിടത്താന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലായില്ല? അയ്യോ, അത് നിനക്ക്, പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഇതിലിപ്പോ തലപുകച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ ഒന്നുമില്ല. ആർക്കായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിത് എന്ത് ഊഹിച്ചെന്നാ ഈ പറയുന്നത്? എന്നാ പിന്നെ നീ തന്നെ പറയേ, അരവിന്ദിനെ നിന്റെ റൂമിൽ കിടത്തി ഉറക്കിയിട്ട് നീ നന്ദനയെ കാണാൻ ആ റൂമിൽ എന്തിനാ പോയത്? നാണം കെട്ട സ്ത്രീയെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത താന്തോന്നിയാണെന്നോ? ഈ നിമിഷം നിങ്ങളുടെ വായിലെ പല്ല് നിലത്ത് വീഴാത്തത് വിവരം കെട്ടവളാണെങ്കിലും നിങ്ങൾ എന്റെ ഇളയമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളതുകൊണ്ടാ. അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും സഹോദരങ്ങൾ ആരൊക്കെയാണെന്നും നിങ്ങൾക്ക് അവര് മുന്നിലുള്ള സ്ഥാനം എന്താണെന്നും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ജന്മം നൽകിയ മക്കളെ പോലും നിങ്ങൾ ഈ കണ്ണുകൊണ്ടേ കാണൂ. കടന്ന് പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്. ഇനി ഒരു നിമിഷം എന്റെ മുന്നിൽ നിന്നാ ഞാൻ എന്നെ തന്നെ മറന്നു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരിവിടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ അതിനെ നിർബന്ധിക്കരുത്. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. ചായ. സ്വർണത്തിന് വില കുതിച്ച് കയറാണല്ലോ മോളെ. നമുക്കെന്തിനാ സ്വർണം? കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസമല്ലേ ഉള്ളൂ. കാര്യം മേഡമാണ് കല്യാണ ചെലവൊക്കെ നോക്കുന്നതെങ്കിലും എന്റെ മോൾക്കൊരു നുള്ളു പവനെങ്കിലും അച്ഛൻ്റെതായിട്ട് വേണമല്ലോ. ഇതാര്? ഇതെന്താ അപ്രതീക്ഷിതമായി? ഒന്നുമില്ല, വെറുതെ ഇതുവഴി പോയപ്പോ ഒന്ന് കേറി, അത്രേ ഉള്ളൂ. വാ, കേറിയിരിക്കെ. കല്യാണി ചായ എടുക്ക്. ഇരിക്കെ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖം. അഖില മേഡം ശിവരാമ സാറും ഹരിദ്വാറിന് യാത്ര പോയിരിക്കുക. ഓ, തീർത്ഥാടനമായിരിക്കും. മാഡത്തിന്റെ ഇളയച്ചനൊരാളുണ്ട്, ഭയങ്കര തപസ്യ, ത്രികാലജ്ഞാനി കൂടിയാ. ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ കൃത്യമായിട്ട് പറയും. അദ്ദേഹമാണ് മാഡത്തിനെയും സാറിനെയും ഹരിദ്വാറിലേക്ക് വിളിപ്പിച്ചത്. അപ്പോ സീരിയസ് ആയ ഏതെങ്കിലും കാര്യമായിരിക്കും അല്ലേ? ഏയ്, പ്രശ്നങ്ങളുണ്ടായിട്ട് വിളിപ്പിച്ചല്ല. അവിടെ എന്തോ പ്രത്യേകതരം പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാവാനാ സാധ്യത. ചായ എടുക്കാൻ പോയ കല്യാണി കാണുന്നില്ലല്ലോ. ഇരിക്കും, ഞാനിപ്പോ വരും. കല്യാണി, നീ ചായയും കയ്യിൽ വെച്ച് ഇവിടുന്ന് സ്വപ്നം കാണാണ്. അപ്പുറത്തിരിക്കുന്നത് നിന്റെ കഴുത്ത് താലി കെട്ടാൻ പോകുന്നതാണ്. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെയും വേണോ ഈ സൽക്കാരമൊക്കെ? നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഭർത്താവാൻ പോകുന്നതിനോ നീരജ്.
വേറെ ഒരു ചിന്തയും നിന്റെ മനസ്സിൽ വേണ്ട. നീയായിട്ട് അവൻ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാക്കി വെച്ചാ മോളാൻ നോക്കില്ലേ ഞാൻ പറഞ്ഞേക്കാം. കൊണ്ടുപോയി കൊടുക്കണി ചായ. ഗ്യാസ് ഊറ്റി തീർന്നു പോയി, അതാ വൈകിയത്. ചായ കൊടുക്കും മോളെ. സാർ, ചായ. ആ, കല്യാണി എവിടെ? കല്യാണി വന്നില്ല സാർ. വന്നില്ലേ? ഇല്ല സാർ. ശരി. കല്യാണിക്ക് ഇത് എന്തു പറ്റി? കല്യാണം വിളിയൊക്കെ കഴിഞ്ഞോ? ഇനി കുറച്ച് ഫ്രണ്ട്സിനെ കൂടി വിളിക്കാനുണ്ട്. അത് അടുത്ത അവധി ദിവസങ്ങളിലാവാം. അഖിലാമ്മയുടെ ഞാനൊന്ന് എടുത്തോട്ടെ കുഞ്ഞ്. അതിനെന്താ? നിങ്ങൾ സംസാരിക്കുക. ഹലോ മാഡം. ഹലോ, ഞാൻ ഈ ചായ കുടിക്കാൻ വന്നതല്ല. എൻ്റെ പ്രതിശ്രുത വധുവിനോട് 2 വാക്ക് സംസാരിക്കാനാ. നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ? വാ. കല്യാണി, ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ കല്യാണത്തിന്. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണി നീരജ. ഞാൻ അതിൻ്റെ ഒരു ത്രില്ലില്ല. 1-2 ദിവസമായി ആഗ്രഹിക്കുന്നു കല്യാണിയെ വന്നൊന്ന് കാണണമെന്ന്. ഫോൺ ചെയ്യാനാണെങ്കിൽ തൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഇതെന്തു പറ്റി? കല്യാണിക്ക് ഇതെന്തു പറ്റി? മൊബൈല് സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. നമ്മൾ ആദ്യം കണ്ടപ്പോഴും ഞാൻ മാത്രമാണ് സംസാരിച്ചത്. കല്യാണി ഒരു വക സംസാരിച്ചില്ല. ഇപ്പോഴും അത് തന്നെ. കല്യാണിയോട് ഞാൻ കുറച്ച് നേരമായിട്ട് സംസാരിക്കുന്നു. എന്നോടൊന്നും പറയാനില്ലേ? ഇഷ്ടമല്ല. കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടുള്ള വരവ് അതിന് വേണ്ട. ഓ ശരി, വേണ്ട. ഫോണിൽ സംസാരിക്കാമല്ലോ. ആ നമ്പർ എനിക്ക് തരുന്നതിൽ ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ അതേന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ളതാ. എനിക്ക് അതിനുള്ള സമയവും ഇല്ല, താല്പര്യവും ഇല്ല.
എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഓക്കെ ഓക്കെ, എനിക്കും പോയിട്ട് ധൃതിയുണ്ടേ. ഇന്ന് കല്യാണ സാരി എടുക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നാ ശരി. അതെ, 2 ദിവസമായിട്ടാ. കഴിച്ച് 10 മിനിറ്റ് കഴിയുമ്പോ വയറ് കായാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി തിന്നാലേ ഒരു ആശ്വാസം കിട്ടും. ഏതായാലും ഒരു ഡോക്ടറെ കാണിക്കാന്ന് വിചാരിക്ക. ഏയ് ഇല്ല ഇല്ല, അഖിൽ ആന്റി കുറച്ചു നാള് കഴിഞ്ഞിട്ടേ വരൂ. അതുവരെ വിലാസിനി ആന്റിയെ തിരിച്ചമ്പലത്തെ അധികാരി. ചെങ്കോലവും കിരീടവും ഒക്കെ ആന്റിയുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് കൂട്ടത്തിൽ ഞാനും ഒന്ന് വിലാസാന്ന് തീരുമാനിച്ചിരിക്കുക. മറ്റുള്ളവരെ ഭരിക്കുന്നതേ ഒരു പ്രത്യേക സുഖമുള്ള ഏർപ്പാടാ. ഫോൺ വെച്ചേക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെവിടെ പോയിട്ട് വരുന്നു? ഇന്നലെ ഒരു നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെയുള്ള വേറെ കാര്യം. നിക്ക്, എവിടെയായിരുന്നു ഇത്ര നേരം? ഗംഗേ, ചോദിച്ചത് കേട്ടില്ലേ? നീ എവിടെയായിരുന്നു? അത് നീ അറിയുന്ന എന്തിനാ? ഇവിടെ അഖിലാന്റി ഇല്ലെങ്കിലും ആ സ്ഥാനത്ത് വിലാസിനി ആന്റി ഉണ്ട്. വിലാസിനി ആന്റിയോട് ചോദിച്ച അനുവാദം വാങ്ങിയിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ. സൗകര്യമില്ലെങ്കിലോ? ദേ നോക്ക്, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അതിനാരുടെ അനുവാദം എനിക്ക് വേണ്ട. ഞാൻ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നവളാ. നിന്നെ പോലെ ഗതിയില്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല. എന്താടി നോക്കുന്നേ? നിന്റെ പ്രൊഫൈല് എനിക്ക് കാണാപ്പാടോ. കല്യാണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന പയ്യനെ വിവാഹ മണ്ഡപത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച കഥ മുതൽ ആനന്ദിനെയും കല്യാണിയെയും സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ട കഥ വരെ അറിയാം എനിക്ക്. പിന്നെ നടന്നതിനൊക്കെ ഞാനും സാക്ഷിയാ. അതുകൊണ്ട് ഒരിത്തിൽ കണ്ണിയെ പോലെ വീണ്ടും തൃച്ചംബരത്ത് പറ്റിപ്പിടിച്ച് മൂക്കുമുട്ട് ശാപ്പാണ്ടടിച്ച് കഴിയണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ കഴിയണം. അല്ലെങ്കിൽ തീർത്ത് കളയും ഞാൻ. തോടി എന്റെ കൺമുന്നിന്ന്. ശരിയാക്കി തരാം ഞാൻ. അല്പം കൂടി ഗൗരവാവല്ലേ? ആന്റി, നിനക്കിതെന്തു പറ്റി? അടുക്കളയിൽ പോയിട്ട് തിന്നാനൊന്നും കിട്ടിയില്ലേ? അതൊന്നും അല്ല ആന്റി. ഇവിടുത്തെ ആരാ? നീ കാര്യം പറ. തൃച്ചംബരത്ത് അഖിലാന്റി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആന്റിക്ക് തന്നെയാണല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ ആന്റിയല്ലേ ഇവിടുത്തെ പ്രധാനമന്ത്രി. അതെ, അതിനിപ്പോ എന്താ പറ്റിയെന്ന് പറ. എന്താ പറ്റിയെന്നോ? ആ പൂതനയില്ലേ ഗംഗ, അവള് ആന്റിയെ ഗെറ്റൗട്ട് അടിച്ചിട്ട് പോയ പോക്ക. ഇപ്പൊ ഒരു കാറിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ആന്റി, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ഗംഗയോട് പറഞ്ഞു അഖിലാന്റി കഴിഞ്ഞാൽ പിന്നെ വിലാസിനി ആന്റിക്ക് ആ സ്ഥാനമൊന്നും. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വിലാസിനി ആന്റിയോട് ചോദിച്ചിട്ട് വേണം പോകാനെന്ന്. അതിനിപ്പോ എന്താ തെറ്റ്? നീ പറഞ്ഞത് ശരിയല്ലേ? ആ, അതിന് അവള് പറഞ്ഞ മറുപടി വിലാസിനി ആന്റിയും ഞാനും ഒക്കെ തൃച്ചംബരത്തെ വെറും ഇത്തിൽ കണ്ണികളെന്ന്. അവൾ
അങ്ങനെ പറഞ്ഞു. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇത്തിൽ കണ്ണിയെന്നോ വലിഞ്ഞു കയറി വന്നവളെന്നോ ഞാൻ അതങ്ങ് സഹിക്കും. പക്ഷെ ആന്റി അവള് പറഞ്ഞതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണല്ലോ. അതെ ആന്റി, പരമമായ സത്യം. അങ്ങനെയാണെങ്കിൽ ഈ തൃച്ചംബരത്ത് വിലാസിനി ആരാണെന്ന് അവളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. അവളിപ്പോ എവിടെയുണ്ട്? പുറത്ത് ഫോണിൽ സംസാരിച്ചോണ്ട് നിപ്പുണ്ട്. ഇന്നലെ അവൾ ഒരു കാര്യവും ഇല്ലാതെ ചാടി കയറിയിട്ടും ഞാൻ ക്ഷമിച്ചതാ. ഇനിയും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആ കൊമ്പ് മുളയിലേ ഒടിച്ചില്ലെങ്കിൽ വീണ്ടും അവള് എന്റെ നേരെ കുത്താൻ വരും. നീ വാ. വേണ്ട വേണ്ട, ആന്റി ഒറ്റയ്ക്ക് പോയാ മതി. ഇനി അവൾ എന്റെ നേരെ വഴക്കിനെങ്ങാനും വന്നാ എന്റെ നിയന്ത്രണം വിട്ടുപോകും. മാത്രമല്ല, അവൾ ആന്റി എന്തെങ്കിലും പറയുന്നതേ എന്റെ മുമ്പിൽ വെച്ചാവുമ്പോ അത് ആന്റിക്ക് കുറച്ചില്ലല്ലേ. ഇന്ന് ഒന്നുകിൽ ആന്റിയുടെ എനക്കെട് തീരും, അല്ലെങ്കിൽ അവളുടെ എനക്കെട് തീരും. ഏതായാലും പോര് തുടങ്ങാൻ സമയായി. ഓഹോ, കുഴപ്പമില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആന്റി വന്നു. ആന്റി, ഞാൻ ആന്റിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാ ഒരു ഫോൺ കോൾ വന്നത്. ആന്റി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നലെ അപ്പോഴത്തെ സങ്കടത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. സങ്കടവും ദേഷ്യവും വരുമ്പോ ഏറ്റവും അടുത്ത ആൾക്കാരോടല്ലേ ആന്റി അതൊക്കെ കാണിക്കാൻ പറ്റൂ. ഈ തൃച്ചംബരത്തെ ആന്റി അല്ലാതെ ആരാ എന്റെ മനസ്സ് മനസ്സിലാക്കിയത്? സോറി. ജയന്തി പറഞ്ഞതുപോലെ അല്ലല്ലോ കാര്യങ്ങള്. ഏതായാലും നോക്കാം. ഇന്ന് ആന്റിയെ കണ്ട തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയെ പോലുണ്ട്. സത്യം പറഞ്ഞ ഒരുപടി മുന്നില്. പക്ഷേ നീലക്കുറുക്കന്റെ കഥ പറയുന്ന പോലെ ഒരു മഴച്ചാറ്റന്റെ ആയുസേ ഉള്ളൂ. അത് മാറണം. തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരി എന്ന പേര് മാറണം. പകരം തൃച്ചംബരത്തോട് ചേർത്ത് വെക്കേണ്ടത് വിലാസിനി എന്ന പേരായിരിക്കണം. അതിനാദ്യം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. യുദ്ധം ചെയ്യണം. പക്ഷേ യുദ്ധതന്ത്രം മെനയാൻ നീ പോരാ. അതിന് പ്രിയങ്ക വരണം. അടവുകൾക്ക് അവളാ മിടുക്കി. ശരി, സമ്മതിച്ചു. എങ്കിൽ പ്രിയങ്ക ചുമതലപ്പെടുത്തിയ ആള് തന്നെ ആവട്ടെ തന്ത്രങ്ങൾ വിശദമാക്കുന്നത്. എന്താ? പ്രിയങ്ക ചുമതലപ്പെടുത്തിയ ആളോ? അതാരാ? ആന്റി വാ. ശ്രീനിയേട്ടാ, ഇത് ഞങ്ങളുടെ കസിന്, എന്റെയും പ്രിയങ്കയുടെ. ശ്രീനിവാസ്. ശ്രീനിയേട്ടാ, ഇത് അറിയാം. ആരുടെയും മുഖം നോക്കാതെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും കുബുദ്ധിയിലൂടെ പരിഹാരം കണ്ടെത്തുന്ന, മതമിളകി വരുന്ന കൊമ്പനെ പോലും ചൂണ്ടാണി മർമ്മത്തിൽ തളയ്ക്കാൻ ശക്തിയുള്ള തൃച്ചംബരത്ത് വിലാസിനി മേഡം. Am I correct? പ്രിയങ്കയ്ക്ക് വളരെ അർജന്റായിട്ട് മുംബൈക്ക് പോകേണ്ടി വന്നു. ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മാഡം, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഒന്ന് അഖിലാണ്ടേശ്വരിയുടെ തകർച്ച, 2 മാഡത്തെ തൃച്ചംബരത്തെ റാണിയായി വാഴിക്കുക. ശരിയല്ലേ? അതെ. 2നും ഒരേ ഒരു വഴി. ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടണം. ആ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന കാട്ടുചെടിയെ പിഴുതെറിയണം. കാട്ടുചെടിയോ?
കല്യാണി. കല്യാണി തൃച്ചംബരത്ത് നിന്നും പോകണം. അതിപ്പോ എങ്ങനെയാ? കല്യാണി തൃച്ചംബരത്ത് നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം ദാസ് ഒഴിവാകണം. കൊല്ലാനോ? അതെ, ദാസ് കൊല്ലപ്പെടണം. ഇതാണ് പറ്റിയ സമയം. തൃച്ചംബരത്തെ വിശ്വസ്തനായ കാവൽ നായ ഉടമസ്ഥൻ എത്തുന്നതിന് മുൻപ് ചത്ത് മലക്കണം.